ഹലോ ഇതാണ് പുതിയ 2026 ലാൻഡ് റോവർ ഡിഫൻഡർ. ഇതിൻ്റെ മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് ക്വിക്കായിട്ടൊന്ന് നോക്കാം. ആദ്യമായി വരുന്ന പ്രധാന മാറ്റം ഹെഡ് ലാമ്പിലാണ്. ഹെഡ് ലാമ്പ് പഴയ ഡിഫൻഡറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പിക്സൽ ടൈപ്പ് LED ഡിസൈനിലോട്ട് മാറിയിട്ടുണ്ട്. ആ റിങ്ങൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാലറിയാം, അതെല്ലാം ഒരു സിംഗിൾ കളർ പോലെ തോന്നുന്നുണ്ട്. ഇതാണ് പഴയ ഹെഡ് ലാമ്പ് ഡിസൈൻ. പഴയ ഹെഡ് ലാമ്പിൽ നമുക്ക് കുറച്ച് എലമെൻറ്റ്സ് ഇൻറ്റേർണലി കാണാൻ സാധിക്കുന്നത്. പുതിയത് ഒരു വൈറ്റ് ഒറ്റ സ്ട്രിപ്പ് പോലെയാണ് കാണുന്നത്. അടുത്ത എക്സ്റ്റീരിയറിലെ പ്രധാന മാറ്റം ബോണറ്റിലാണ്. ബോണറ്റിൻ്റെ ആ ക്യാരക്ടർ ഡിസൈൻ സ്ക്വയർ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. പഴയ വാഹനത്തിൻ്റെ ഡിസൈൻ ഇതാണ്. ഇത് നമ്മൾ പഴയ ചില മെറ്റൽ ഷീറ്റ്സിലൊക്കെ കാണുന്ന ഒരു ഡിസൈനാണ് പഴയ വാഹനത്തിൽ. പുതിയത് സ്ക്വയർ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അടുത്ത ഫ്രണ്ടിലെ പ്രധാന മാറ്റം ലോവർ ടോയിങ് കവർ മാറ്റ് ഫിനിഷിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിന് മുന്നത്തെ മോഡലിൽ അത് ഗ്ലോസി ഫിനിഷിലായിരുന്നു. ഇതാണ് പഴയ വാഹനത്തിൻ്റെ ടോയിങ് കവർ. അത് ഒരു ഗ്ലോസി ഫിനിഷാണ്. കൂടാതെ ഇവിടെ ഒരു അലുമിനിയം കളർ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ലാൻഡ് റോവർ ലോഗോ ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷനിലോട്ട് മാറ്റിയിട്ടുണ്ട്. പുതിയ മോഡൽ 2026 മോഡൽ. പഴയ വാഹനത്തിൽ നമുക്കത് ഒരു ഗ്രീനും സിൽവർ കോമ്പിനേഷനിലാണ് കാണാൻ സാധിക്കുന്നത്. പുതിയ വാഹനത്തിൽ ഫെൻഡറിൽ വരുന്ന എലമെൻറ്റിൻ്റെ ഡിസൈൻ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഡിഫൻഡർ എന്ന ലോഗോ കാണുന്നില്ല, പഴയ വാഹനത്തിലുണ്ടായിരുന്നത്. ഇതാണ് പഴയ വാഹനത്തിൻ്റെ ഫെൻഡർ. ഇതിൻ്റെ ഡിസൈൻ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള വെൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഡിഫൻഡർ എന്നൊരു ബാഡ്ജിങ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത് വന്ന ഒരു മെയിൻ മാറ്റം വൈപ്പേഴ്സിലാണ്. വൈപ്പേഴ്സിൻ്റെ ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. കൂടാതെ വൈപ്പേഴ്സിൽ വാഷർ ബ്ലേഡിൻ്റെ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത വാഷേഴ്സാണ് ഇപ്പോൾ പുതിയ 2026 മോഡലിൽ വരുന്നത്. ഇത് പഴയ മോഡലിൻ്റെ വൈപ്പറാണ്. അതിൽ നമുക്ക് വൈപ്പർ വാഷർ നോസിൽ എക്സ്പോസ്ഡ് ആയിട്ട് കാണുന്നത് ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അടുത്ത എക്സ്റ്റീരിയറിലെ പ്രധാന മാറ്റം അലോയ് വീലിൻ്റെ സെൻറ്റർ ഓർണമെൻ്റ് ആണ്. ഇതിൽ ഡിഫൻഡർ എന്ന് മാത്രമേ ഇപ്പോൾ ബാഡ്ജിങ് അവൈലബിൾ ഉള്ളൂ. പഴയ വാഹനത്തിൽ നമുക്ക് നോക്കാം. പഴയ വാഹനത്തിൽ ലാൻഡ് റോവർ എന്ന ബാഡ്ജിങ് ആണ് വരുന്നത്. പക്ഷേ പുതിയ മോഡലിൽ ഡിഫൻഡർ എന്ന ബാഡ്ജിങ് ആണ് വരുന്നത്. പക്ഷേ ഈ അലോയ് വീലിനാണെങ്കിൽ ആ ഡിഫൻഡർ ബാഡ്ജിങ് സൂട്ടാവും. പക്ഷേ ഒരു അലോയ് സിൽവർ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിന് ആ ഡിഫൻഡർ ലോഗോ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. എക്സ്റ്റീരിയറിൽ മറ്റ് മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഫ്രണ്ടിലുള്ള ചെറിയ ചെറിയ കോസ്മെറ്റിക് അപ്ഡേറ്റ്സ് മാത്രമേ ഉള്ളൂ. റിയറിലാണ് അടുത്ത മാറ്റം വരുന്നത്. റിയർ ടൈൽ ലാമ്പിൻ്റെ ഡിസൈൻ മാറ്റം വരുത്തിയിട്ടുണ്ട്. റിയർ ടൈൽ ലാമ്പിന് കട്ട്സ് അങ്ങനെയൊന്നുമില്ല, ഒരു പ്ലെയിൻ ഡിസൈനാണ് ഇപ്പോൾ പുതിയ വാഹനത്തിൽ വരുന്നത്. റിയർ ടൈൽ ലാമ്പ് ഫുൾ ഒരു ബ്ലാക്ക് ആൻഡ് തീമിലാണ് വരുന്നത്. നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ പുതിയ ടൈൽ ലാമ്പ് ഡിസൈൻ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇതാണ് പഴയ ടൈൽ ലാമ്പ് ഡിസൈൻ. ഇതിൽ റെഡ് എലമെൻറ്റ്സ് ഒക്കെ കാണാൻ സാധിക്കുന്നത്. പുതിയത് ഫുള്ളി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് കാണാൻ സാധിക്കുന്നത്. അടുത്ത മേജർ അപ്ഡേറ്റ് വരുന്ന ഇൻറ്റീരിയറിലാണ്. ഇൻറ്റീരിയറിൽ ഡ്രൈവറിൻ്റെ ഫാറ്റിഗ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ക്യാമറ സ്റ്റിയറിംഗ് വീലിൻ്റെ അടുത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് ഡ്രൈവറിൻ്റെ അശ്രദ്ധ, ഡ്രൈവർ ഇപ്പോൾ ഉറങ്ങിപ്പോവുകയാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇത് സെൻസ് ചെയ്ത് ഡ്രൈവറിന് അലർട്ട് നൽകുന്നൊരു സിസ്റ്റം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് സേഫ്റ്റി ഫീച്ചറായിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത മെയിൻ അപ്ഡേറ്റ് സ്ക്രീനിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. 13 ഇഞ്ച് സ്ക്രീൻ ആക്കിയിട്ടുണ്ട്. പഴയ വാഹനത്തിൽ നമ്മളൊരു 12 ഇഞ്ച് സ്ക്രീനാണ് കണ്ടിരുന്നത്. ഇതാണ് ഇന്ത്യയിലുള്ള മേജർ അപ്ഡേറ്റ്. വേറെ കോസ്മെറ്റിക് അപ്ഡേറ്റ്സ് ഒന്നുമില്ല. പഴയ വാഹനത്തിലെ സെയിം ഇൻറ്റീരിയേഴ്സ് തന്നെയാണ് 2026 മോഡൽ ഡിഫൻഡറിലും കാണാൻ സാധിക്കുന്നത്. റിയർ സീറ്റിലും വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് പുതിയ ലാൻഡ് റോവർ ഡിഫൻഡർ 2026 മോഡലിൻ്റെ മാറ്റങ്ങൾ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.